നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്ലാസ്സുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസും ആണ് പറയുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഓൾ ഗവൺമെന്റ് കോൺട്രാക്ട്സ് ആർ മെയ്ഡ് ബൈ, അതായത് എല്ലാ സർക്കാർ കരാറുകളും ആരുടെ പേരിലാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സർക്കാർ കരാറുകളൊക്കെ തന്നെയും ഗവർണറുടെ പേരുകളാണ്. സർക്കാരിൻ്റെ എല്ലാ കരാറുകളും, അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 299 299(1) അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ കരാറുകളും ഗവർണറുടെ പേരിലാണ് ഒപ്പിടുന്നത്. അടുത്ത ചോദ്യം, ഇൻ KFC വോളിയം 1 വിച്ച് ആർട്ടിക്കിൾ ഡിഫൈൻസ് അരിയർ ക്ലെയിംസ്? അരിയർ ക്ലെയിമുകളെ കുറിച്ച് അല്ലെങ്കിൽ കുടിശ്ശിക ക്ലെയിമുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്നത് KFCയുടെ വോളിയം 1 ഏത് ആർട്ടിക്കിളിലാണ്? അതിന്റെ ആൻസർ ആർട്ടിക്കിൾ 52 ഇത് വിശദീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2 വർഷം പഴക്കമുള്ള വൈകിയ ക്ലെയിമിന്, ഒരു ബിലേറ്റഡ് ക്ലെയിം വന്നു, വൈകിട്ടുള്ള ഒരു ക്ലെയിമിന് വകുപ്പ് മേധാവി, അതായത് HOD, വകുപ്പ് മേധാവിയാണ് കേട്ടോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, HOD അനുമതി നൽകുന്നു, വകുപ്പ് മേധാവി അനുമതി നൽകുന്നു. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. 2 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ലെയിം, അരിയർ ക്ലെയിം ആണല്ലോ അപ്പം വരിക, കുടിശ്ശിക ക്ലെയിമാണ്. ആ ക്ലെയിമിന് വകുപ്പ് മേധാവി സാങ്ഷൻ കൊടുത്തു, പൈസ കൊടുത്തോളാൻ പറഞ്ഞു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. ആൻസർ ശരിയാണ്. അദ്ദേഹത്തിന് ഈ പവർ ഉണ്ട്, ഇങ്ങനെ അനുമതി കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ട്. അടുത്ത ചോദ്യം, ടൂർ അഡ്വാൻസ് പൂർണ്ണമായി ഉപയോഗിക്കാത്ത പക്ഷം ബിൽ കൃത്യസമയത്ത് സമർപ്പിച്ചാൽ ഈടാക്കുന്ന പലിശ നിരക്ക് എത്രയാണ്? ഇപ്പോൾ ടൂറിന് അഡ്വാൻസ് കൊടുത്ത് ബില്ല് സമർപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല ഈ അഡ്വാൻസ് എമൗണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് ഫണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, സർക്കാർ ഫണ്ട് ആവശ്യമില്ലാതെ വന്നു എന്നുള്ള ഒരു നില വന്നു. അപ്പോൾ ആ ഒരു ഫണ്ടിന്, ആ ബാക്കി വന്ന സംഖ്യക്ക് പലിശ കൊടുക്കണം. ഏത് ഫണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും പണം അനാവശ്യമായി കുറച്ചു കാലം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ, അതായത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞ പൈസയായാലും, ചില കേസുകളിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ സ്റ്റേഷനറി വിഭാഗത്തിൽ നിന്ന് നമ്മൾ, അല്ല, ബുക്സ് ആൻഡ് സ്റ്റേഷനറിയിലേക്ക് അടയ്ക്കേണ്ട ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ, പണം അടയ്ക്കാനുണ്ടെങ്കിൽ അത് ആ വർഷം അടച്ചില്ല എങ്കിൽ നമ്മൾ 18% പലിശ കൊടുക്കണം ആ എമൗണ്ട്, അങ്ങനെ കൂട്ടുക. അപ്പം ഇവിടെയും അത് തന്നെയാണ്, 18% ഇൻട്രസ്റ്റ് ആണ് നൽകേണ്ടത്. അടുത്ത ചോദ്യം, സ്കോളർഷിപ്പുകളും ഗ്രാൻഡ് ഇൻ എയ്ഡുകളും അവ നേടിയെടുത്ത മാസത്തിലെ ഏത് ദിവസമാണ് നൽകാൻ ഡ്യൂ ആകുന്നത് എന്നാണ് ചോദ്യം. സ്കോളർഷിപ്പുകളും ഗ്രാൻഡ് ഇൻ എയ്ഡുകളും അവ നേടിയെടുത്ത മാസത്തിലെ ഏത് ദിവസമാണ് നൽകാൻ റെഡിയാവുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ റെഡിയാവുന്നത് ആ മാസത്തിന്റെ അവസാന ദിവസമാണ്. അത് ശ്രദ്ധിക്കണം. മാസത്തിന്റെ അവസാന ദിവസം ഡ്യൂ ആകുന്ന കേസുകളുണ്ട്, ചില കാര്യങ്ങൾ. എന്നാൽ ചില കാര്യങ്ങൾ മാസത്തിന് കഴിഞ്ഞതിന് ശേഷം ഡ്യൂ ആകുന്നതും ഉണ്ട്. ഇനി അടുത്തത് യാത്രാഭത്തയാണ്, ട്രാവലിംഗ് അലവൻസ്. എപ്പോഴാണ് നൽകാൻ ഡ്യൂ ആകുന്നത്? ഇപ്പോൾ ഒരു TA നമ്മൾ ഒരു മാസം, പിന്നെ 30 ദിവസമുള്ള മാസം ഒരു TA, ശരി, അല്ലെ ഒരു ജൂൺ, പിന്നെ ഒരു ജനുവരി മാസം ഒരു TA യാത്രാഭത്ത, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്. ഒരു നിശ്ചിത ദിവസം യാത്ര ചെയ്തു, യാത്രാഭത്തയ്ക്ക് അർഹതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഇപ്പം ജനുവരിയിലാണെന്ന് വെച്ചോ, അത് ഏത് മാസമാണ് ഡ്യൂ ആകുന്നത് വെച്ചാൽ ആ മാസം അവസാനിച്ചതിന് ശേഷമാണ്. ആ മാസം അവസാനിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ 1-2, അതായത് ഫെബ്രുവരി 1 മാത്രമേ അത് ഡ്യൂ ആവുകയുള്ളൂ. അടുത്ത ചോദ്യം, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം നൽകാൻ
ഡ്യൂ ആകുന്നത് ഏത് തീയതിയിലാണ്? അപ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ജീവനക്കാര് രോഗം വന്നു ആസ്പത്രിയിൽ ചികിത്സ നേടി ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യുന്നു. ആ പണം ചെലവായ പണം ഗവൺമെന്റ് കൊടുക്കും. അത് ഡ്യൂ ആകുന്നത് എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ? അപ്പം നമ്മൾ ക്ലെയിം നൽകണമെങ്കിൽ ആ ക്ലെയിം നൽകാനുള്ള സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അപേക്ഷകൾ ഇപ്പം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കുറവാണ്. മെഡിസപ്പ് ഒക്കെ വന്നതിന് ശേഷം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കുറവാണ്. എന്നാലും ഇതിന്റെ നടപടിക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മെഡിക്കൽ ബില്ലുകൾ വേണം, ഡിസ്ചാർജ് സമ്മറി വേണം, അപ്ലിക്കേഷൻ വേണം, പിന്നെ OP നമ്പർ വേണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫോമാണ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൽ OP അല്ലെങ്കിൽ IP നമ്പർ ഉണ്ടായിരിക്കും, ഡോക്ടറുടെ സിഗ്നേച്ചറും സീലും ഉണ്ടായിരിക്കും, പിന്നെ മരുന്നുകളുടെ കെമിക്കൽ നെയിമും ആ, ആ, അല്ലാത്ത പിന്നെ നമ്മളെ ട്രേഡ് നെയിമും ഉണ്ടായിരിക്കും, അതിൻ്റെ റേറ്റ് ഉണ്ടാവും, ടോട്ടൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെ എന്നാൽ അതോടൊപ്പം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ട്രീറ്റ്മെന്റ് പീരീഡ് ഫ്രം ടു. അപ്പൊ ട്രീറ്റ്മെന്റ് പീരീഡ് ഫ്രം ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30 ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തി. അപ്പോൾ 30 ദിവസത്തെ ലാസ്റ്റ് ഡേറ്റിലെ ട്രീറ്റ്മെന്റിന് ശേഷം മാത്രമേ ഇത് പിന്നെ ക്ലെയിം നൽകാൻ പറ്റുള്ളൂ. അതാണ് അവിടെ അർത്ഥം. അപ്പോൾ അതിന്റെ ആൻസർ, ചോദ്യം ഇതായിരുന്നു, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം നൽകാൻ ശരിക്കും ഡ്യൂ ആകുന്നത് ഏത് തീയതിയിലാണ് എന്നാണ് ചോദിച്ചത്. അതായത് ആൻസർ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ചികിത്സ പൂർത്തിയായ തീയതിക്ക് ശേഷമാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, ജൂൺ മാസത്തെ ഒരു സർക്കാർ ജീവനക്കാരന്റെ TA ക്ലെയിമുകൾ എന്ന് മുതലാണ് പേയ്മെന്റിന് അർഹമാകുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു വശമാണ്. ജൂൺ മാസത്തില് ഒരു സർക്കാർ ജീവനക്കാരന് TA ഉണ്ടായിരുന്നു. ആ ടിഎക്കുള്ള ക്ലെയിം ഏത് ദിവസം മുതലുമാണ് പേയ്മെന്റിന് അപ്പൊ ഡ്യൂ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ TA ക്ലെയിം എന്ന് പറയുന്നത് ആ മാസത്തിന് ശേഷമാണ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂൺ മാസത്തിലായതുകൊണ്ട് ഇത് ജൂലൈയിലാണ്. അതായത് 1/7 മാത്രമേ, ജൂലൈ 1 മാത്രമേ ഇത് ഡ്യൂ ആവുകയുള്ളൂ. അടുത്ത ചോദ്യം, KFC ആർട്ടിക്കിൾ 55 പ്രകാരം അണ്ടർ പേയ്മെന്റ് എന്നാൽ എന്താണ്? അണ്ടർ പേയ്മെന്റ് പുതിയ ടൈം നമ്മൾ പറയാത്ത ഒരു കാര്യമാണ്. അണ്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് മെയ്ഡ് ടു ആൻ ഓഫീസർ അറ്റ് എ റേറ്റ് ലോവർ ദാൻ ആക്ച്വലി പേയബിൾ. അതായത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നൽകേണ്ട തുകയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന പേയ്മെന്റ് എങ്കിൽ അതിനെ നമ്മൾ അണ്ടർ പേയ്മെന്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം, പെൻഷൻ കുടിശ്ശിക, ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ദ അരിയർ ക്ലെയിം ഓൺ പെൻഷൻ ഈസ്, പെൻഷൻ കുടിശ്ശിക ക്ലെയിം ചെയ്യുന്നതിനുള്ള കാലാവധി എത്രയാണ്? അത് നമ്മൾ പഠിച്ചതാണ്. പെൻഷൻ അരിയർ ഓഫ് പെൻഷനാണ് പറയുന്നത് കേട്ടോ. അത് ക്ലെയിം ചെയ്യാൻ പെൻഷൻ തുക നൽകേണ്ടിയിരുന്ന തീയതി മുതൽ 3 വർഷം. അടുത്ത ചോദ്യം, സർക്കാരിലേക്ക് നൽകിയ സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടിയുള്ള തുക ക്ലെയിം ചെയ്യുന്നതിനുള്ള കാലാവധി എത്ര വർഷമാണ്? അതായത് സർക്കാരിലേക്ക് കുറച്ച് സ്റ്റോഴ്സ് നൽകി അല്ലെങ്കിൽ കുറച്ച് സർവീസിങ് നടത്തി, സേവനങ്ങൾ നടത്തിയാൽ അതിൻ്റെ തുക നമ്മൾ ക്ലെയിം ചെയ്യണം. ആ ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. അതായത് തുക നൽകേണ്ടിയിരുന്ന തീയതി മുതൽ 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിരിക്കണം. 3 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. കിട്ടണമെങ്കിൽ പിന്നെ ഗവൺമെന്റ് സാങ്ഷൻ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവധി കഴിഞ്ഞതും എന്നാൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ അനുവദിച്ചതുമായ ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന്റെ കുടിശ്ശിക പേയ്മെന്റ് എപ്പോഴാണ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്? നമുക്ക് ഈ സാലറി അരിയർ, ശമ്പള കുടിശ്ശികകളൊക്കെ തന്നെ ഒരു നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒരു NGOയുടെ ശമ്പള കുടിശ്ശിക നേരത്തെ അതിനൊരു ടൈമുണ്ട്. നമ്മൾ ഒരു ശമ്പളം ഇപ്പോൾ ഒരു 2000-ൽ ഉണ്ടായ ഒരാൾ 2000-ലെ സർവീസിൽ എനിക്ക് എത്ര തുക കിട്ടണമെന്ന് കണ്ടുപിടിക്കുന്നത് 2015-ലാണ്. അത് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയില്ല എന്നൊക്കെ കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അന്ന് നേരിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല.
ആ അരിയർ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് കാലാവധി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അങ്ങനെ അത് ക്ലെയിം ചെയ്യാൻ താമസിച്ചു പോയി, അത് പിന്നെ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല, അതിന്റെ കാലാവധി കഴിഞ്ഞു. എന്നാൽ ഈ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ ഇത് അനുവദിക്കും. സർക്കാരിലേക്ക് അപേക്ഷ, ഗവൺമെന്റിന് അതിന്റെ പവർ, ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ശരിക്കും ഉള്ളതാണെങ്കിൽ അത് സർക്കാരിന്റെ അനുമതി ലഭിക്കും. അങ്ങനെ ഒരു അനുമതിയോടെ ഒരു അരിയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി നമ്മൾ സർക്കാർ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സർവീസ് ബുക്കിലും രേഖപ്പെടുത്തണം. എപ്പോഴാണ് ഇത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട? ആ കുടിശ്ശികയുടെ പേയ്മെന്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുത്തു, അതായത് അതിന്റെ DDO അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസ് അദ്ദേഹത്തെ ഈ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബില്ലുകൾ തയ്യാറാക്കി ട്രഷറിയിൽ കൊടുത്തു. ട്രഷറി അതിന് പേയ്മെന്റും നൽകി. അങ്ങനെയെങ്കിൽ അത് സർവീസ് ബുക്കിൽ എപ്പോൾ രേഖപ്പെടുത്തണം? അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ പണം, ഈ ക്ലെയിം തുക പണമായി കിട്ടിയ ഉടനെ, പേയ്മെന്റ് നടത്തിയ ഉടനെ രേഖപ്പെടുത്തണം. അതാണ് ഉത്തരം. എൻകാഷ്മെന്റ് ഓഫ് ദി ക്ലെയിം. എൻകാഷ്മെന്റ് നടത്തിയ ഉടൻ തന്നെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, ശമ്പളം, അലവൻസ്, TA തുടങ്ങിയ ടൈം ബാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ക്ലെയിമുകൾ അനുവദിക്കുന്നതിന് ആരുടെ അനുമതിയാണ് ആവശ്യപ്പെടുന്നത്? അതിപ്പോ ഞാൻ പറഞ്ഞതാണ്. ഒരു ക്ലെയിം കാലഹരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടുപിടിച്ചു ക്ലെയിം നൽകാൻ അതിന്റെ സാങ്ഷന് ഗവൺമെന്റിന് മാത്രമേ അനുമതിയുള്ളൂ. ഗവൺമെന്റ് ആണ് അതിന്റെ അനുമതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഗ്രാറ്റുവിറ്റിയുടെ കാലപരിധി എത്രയാണ്? ഗ്രാറ്റുവിറ്റി, ഈ കാലപരിധി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലെയിം നൽകേണ്ട കാലപരിധിയാണ് പറയുന്നത്. അത് ആൻസർ ക്ലെയിം നൽകേണ്ട തീയതി മുതൽ 6 വർഷമാണ്. അടുത്ത ചോദ്യം, പെൻഷൻ ക്ലെയിം ചെയ്യുന്നതിനുള്ള കാലപരിധി എത്രയാണ്? പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ആയി പറയുന്നത്, പെൻഷൻ ക്ലെയിം ചെയ്യുന്നതിനുള്ള പീരീഡ് ഓഫ് ലിമിറ്റേഷൻ അത് 12 വർഷമാണ്. പെൻഷൻ 12, ഗ്രാറ്റുവിറ്റി 6, ഇങ്ങനെ പഠിച്ചു വെച്ചോളണം. ഇതിലേതെങ്കിലും ഒക്കെ ചോദിക്കും. TA സംബന്ധിച്ച കുടിശ്ശിക ക്ലെയിമുകൾ, അരിയർ ക്ലെയിം സർക്കാരിൽ സമർപ്പിക്കാനൊക്കെയുള്ള കാലപരിധി എത്ര വർഷമാണ്? 2 വർഷമാണ്. ഈ TA എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ സാധാരണഗതിയിൽ നമുക്ക് ഈ TA കിട്ടുന്നത്, അല്ലാത്തതുമുണ്ട്, കിട്ടുന്നത് അലോട്ട്മെന്റ് വഴിയാണ്. അപ്പൊ ഈ ഒരു അലോട്ട്മെന്റിന് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലും മാത്രമേ അതിന് പ്രാബല്യം ഉണ്ടായിരിക്കുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് ഇല്ലാതാവും, അത് ലാപ്സ് ആവും. അപ്പോ അത് 1 ഇയർ ആണ് അങ്ങനെ. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല. ഇവിടെ പറയുന്നത് TA സംബന്ധിച്ച കുടിശ്ശിക ക്ലെയിമുള്ള അരിയർ ക്ലെയിം സർക്കാരിലേക്ക് സമർപ്പിക്കണം. അതിനും കാലാവധിയുണ്ട്. അരിയർ ക്ലെയിം സമർപ്പിക്കാനുള്ള കാലാവധി ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 വർഷമാണ്. ഇനി ട്രാവലിംഗ് അലവൻസിനുള്ള ക്ലെയിം സാധാരണഗതിയിൽ എന്നാണ് നൽകേണ്ടതായിട്ട് വരുന്നത്? ട്രാവലിംഗ് അലവൻസിന്റെ ക്ലെയിം സാധാരണഗതിയിൽ നൽകേണ്ടത് എപ്പോഴാണ്? അതാണ് ചോദ്യം. ആൻസർ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ജേർണി ഈസ് പെർഫോംഡ്. ഏത് മാസമാണോ ഈ ജേർണി പെർഫോം ചെയ്തത്, അല്ലെ യാത്ര നടത്തിയത്, ആ മാസത്തിന്റെ അവസാനത്തിന് ശേഷമാണ് അതിന്റെ TA ക്ലെയിം നടത്തേണ്ടത്. അടുത്ത ചോദ്യം, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള അരിയർ ക്ലെയിമുകൾ ഗവൺമെന്റ് അനുവദിക്കുന്നത് ആ ക്ലെയിം എന്ന് സമർപ്പിക്കുമ്പോഴാണ്? സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള അരിയർ ക്ലെയിമുകൾ ഗവൺമെന്റ് അനുവദിക്കുന്നത് ആ ക്ലെയിം എന്ന് സമർപ്പിക്കുമ്പോഴാണ്. അതായത് പണം നൽകേണ്ട, ആൻസർ ഇതാണ്, പണം നൽകേണ്ട വർഷത്തിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് ക്ലെയിം സമർപ്പിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അത് പണം അനുവദിക്കും. 3 years subsequent to the year in which the payment was due. അടുത്ത ചോദ്യം, കേരള ഫിനാൻഷ്യൽ കോഡ് പ്രകാരം കാലഹരണപ്പെട്ട ക്ലെയിമുകൾ, ടൈം ബാർഡ് ക്ലെയിംസ് സംബന്ധിച്ച നിയമങ്ങൾ
അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും സാധാരണഗതിയിൽ പരമാവധി എത്ര തുക വരെ റിക്കവറി നടത്താം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഒരു സർക്കാർ ജീവനക്കാർ, എല്ലാ സർക്കാർ ജീവനക്കാർക്കും എന്തെങ്കിലും തരത്തിലുള്ള റിക്കവറി, അതായത് പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കോപ്പറേറ്റീവ് റിക്കവറി ആവാം, KFCയുടെ പിന്നെ KSFEയുടെ റിക്കവറി നടത്താം. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് GPF, SLI, ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസപ്പ്, ഇങ്ങനെ പറയുന്ന പല കോൺട്രിബ്യൂഷൻസും റിക്കവറി ആയിട്ടുണ്ട്. അപ്പൊ ഇത് പരമാവധി എത്രയാവാം, എത്ര വരെ ആവാം എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ എത്രയാന്ന് നമുക്ക് അറിയുന്നതാണ്. 1/3 ആണ്. മൂന്നിലൊന്നിൽ, അതായത് ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ മൂന്നിലൊന്നിൽ കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അടുത്ത ചോദ്യം, ഈ വാണിംഗ് സ്ലിപ്പ് നൽകുന്നത് ആരാണ്? നമ്മൾ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ, വാണിംഗ് സ്ലിപ്പ് നൽകുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. ഇനി അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറലിൽ നിന്നും ഒരു ഒബ്ജക്ഷൻ സ്ലിപ്പ് ലഭിച്ചാൽ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് ഒരു ഒബ്ജക്ഷൻ സ്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കാണാതെ പഠിച്ചു വെക്കണം. രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, അത് പേഴ്സണൽ രജിസ്റ്ററിൽ ഒരു പുതിയ കേസായിട്ട് രേഖപ്പെടുത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പേഴ്സണൽ രജിസ്റ്റർ, അതായത് ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ രജിസ്റ്ററിൽ ഒരു പുതിയ കേസായിട്ട് രേഖപ്പെടുത്തണം, ഒന്ന്. രണ്ടാമത്, അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം, പുതിയ കേസായിട്ട് രേഖപ്പെടുത്തണം. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഓഫീസിൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഉണ്ടാവണം. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ സീരിയൽ നമ്പർ ഇട്ട് എഴുതണം ഒരു വർഷത്തെ പൂർണ്ണമായിട്ടും. അതിന്റെ മറുപടി കൊടുത്താൽ ആ സീരിയൽ നമ്പറിന് പിന്നെ റെഡിങ് വെച്ച് റൗണ്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രണ്ടാമത്തെ കാര്യം, അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ ഒരു പുതിയ കേസായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ അക്കൗണ്ടന്റ് ജനറലിൽ നിന്നും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ സ്ലിപ്പ് ലഭിച്ചാൽ ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. ഒന്ന്, ഉദ്യോഗസ്ഥന്റെ PR രേഖപ്പെടുത്തുക, പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. രണ്ടാമത്തത്, അത് ഓഫീസിൽ സൂക്ഷിക്കുക. നമുക്ക് പറഞ്ഞിരുന്നു, ഓരോ ഓഫീസിലും ഓരോ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററേ ഉണ്ടാവും, ഓരോ സെക്ഷനിലും ഉണ്ടാവില്ല. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ ഒരു പുതിയ കേസായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഹെഡ് ഓഫ് ഓഫീസ് എത്ര കാലയളവിൽ പരിശോധിക്കണം? അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. എല്ലാ ഓഫീസുകളിലും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഉണ്ടാവും. AG യിൽ നിന്ന് ലഭിക്കുന്ന ഒബ്ജക്ഷൻസ് നോട്ട് ചെയ്യാനുള്ള രജിസ്റ്ററാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഹെഡ് ഓഫ് ഓഫീസ് പരിശോധിക്കണം. അത് എത്ര കാലയളവിൽ, ഇടയ്ക്കിടെ പരിശോധിക്കണം, എത്ര കാലയളവിനുള്ളിലാണ് പരിശോധിക്കേണ്ടത് എന്നാണ് ചോദ്യം. അത് മന്ത്ലി ആണ്, മാസത്തിൽ ഒരു തവണ HOD, ഹെഡ് ഓഫ് ഓഫീസ് ഇത് പരിശോധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾക്കുള്ള ആദ്യ മറുപടി അക്കൗണ്ടന്റ് ജനറലിന് എന്നയക്കണം? ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ് കേട്ടോ, ഓഡിറ്റ് റിപ്പോർട്ടല്ല, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. അപ്പൊ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾക്കുള്ള മറുപടി അക്കൗണ്ടന്റ് ജനറൽ, ആദ്യ മറുപടി അക്കൗണ്ടന്റ് ജനറലിന് എന്ന് അയക്കണം. അത് റിപ്പോർട്ട് ലഭിച്ചിട്ട് 4 ആഴ്ചക്കുള്ളിൽ അയക്കണം, വിതിൻ 4 വീക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫിനാൻഷ്യൽ കോഡിലെ വ്യവസ്ഥകൾ പ്രകാരം AG യിൽ നിന്ന് ലഭിക്കുന്ന ഓഡിറ്റ് ഒബ്ജക്ഷനുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാര് എത്ര കാലയളവിനുള്ളിൽ മറുപടി നൽകണമെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്, ഇവിടെ നമ്മൾ പറയുന്നത് ഓഡിറ്റ് ഒബ്ജക്ഷനുകളാണ്. അപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷന് 2 ആഴ്ചക്കുള്ളിലാണ്, ഫോർട്ട്നൈറ്റ് പറയുന്ന 14 ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. ഇനി അടുത്ത ചോദ്യം, 25-ലധികം സെക്ഷനുകളുള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ എത്ര ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കണം? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത്
ഇത് നമ്മളെ പറ്റിക്കാൻ ചോദിച്ച മാതിരിയുണ്ട്. 25ലധികം സെക്ഷനുകളുള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസാണ്. അപ്പൊ എത്ര ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കണമെന്നാ ചോദ്യം. എത്ര വലിപ്പം ഉണ്ടെങ്കിലും ശരി, ഒരു ഓഫീസിൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ മാത്രമേ പാടുള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആൻസർ ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറലിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ ആദ്യ മറുപടി എത്ര കാലം? അത് വീണ്ടും നമ്മൾ പറഞ്ഞതാണ്, 4 ആഴ്ച. അക്കൗണ്ടന്റ് ജനറൽ അറിയിക്കുന്ന തടസ്സവാദങ്ങൾ, ഒബ്ജക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനായി ഓരോ ഓഫീസിലും ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. അതായത് ഒബ്ജക്ഷൻ രജിസ്റ്റർ സൂക്ഷിക്കണം. അത് ഏത് ഫോർമാറ്റിലാണ്, ഏത് ഫോമിലാണ് സൂക്ഷിക്കേണ്ടതെന്ന്. ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഫോം 4ലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ഇനി KFCയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രജിസ്റ്റർ ഓഫ് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് സൂക്ഷിക്കേണ്ടത്? അതിന്റെ ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 63B ആണ് എന്തിൻ്റെത്? ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്കാർ ഓഫീസിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ സൂക്ഷിക്കുന്നത് KFC വോളിയം 1ലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അത് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 63 ആണ്. 63. അടുത്ത ക്വസ്റ്റ്യൻ, when a particular type of payment has been objected to by audit, can a similar payment be made by a departmental officer? അതായത് ഏതെങ്കിലും ഒരു ഓഡിറ്റ് നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേയ്മെന്റിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു, തടസ്സവാദം ഉണ്ടായി, അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ സമാനമായ പേയ്മെന്റുകൾ, സിമിലർ പേയ്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത്തരം ഒന്നും നടത്താൻ കഴിയില്ല. ഇപ്പൊ നിലവിൽ ഉള്ള ഒബ്ജക്ഷന് മേലെ ഒരു ഫൈനൽ ഡിസിഷൻ, അന്തിമ തീർപ്പ് ഉണ്ടാവുന്നതിൽ വരെ അതേ സ്വഭാവത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുന്നില്ല എന്ന കാര്യം ഈ ഓഫീസ് മേധാവി ആണ് ഉറപ്പ് വരുത്തേണ്ടത്. നമ്മൾ ഈ പിന്നെ 3rd ചാപ്റ്ററിലെ ആദ്യ റൗണ്ട് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ വരുന്നത് ഇത് ഈ ചാപ്റ്ററിൽ ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ല. ഇപ്പോൾ ഓൾറെഡി എല്ലാ കണ്ടന്റും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ടോട്ടലാണല്ലോ വരിക. അത് എല്ലാ ചാപ്റ്ററുകളും കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.